ശ്രീമതി മേരി ജോർജ് മുൻപ് ഇവിടെ റവന്യൂ മൊബിലൈസേഷന്റെ കാര്യം പറഞ്ഞു. താങ്കൾക്ക് വ്യത്യസ്തമായ ഒരു അഭിപ്രായം ഉണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ്. ആ വിഷയത്തിൽ താങ്കൾക്ക് പറയാനുള്ളത് പറയാം. ബജറ്റ് അവതരണത്തിന് ശേഷം പക്ഷേ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ഒരു പ്രതികരണം ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നോർമലി എല്ലാ കാലവും നമ്മൾ പറയുന്ന ഒരു പ്രയോഗമാണ് ഈ ഖജനാവിൽ പൂച്ചപെറ്റ് കിടക്കുന്നു എന്നതൊക്കെ. അദ്ദേഹം ഇത്തവണയും അത് ആവർത്തിക്കുന്നത് കേട്ടു. പക്ഷേ ഒട്ടും യുക്തിഭദ്രമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ കൂടി അദ്ദേഹം പറയുന്നത് കേട്ടു ശ്രീമതി മേരി ടീച്ചർ. അപ്പോൾ അത്ര മോശമായ ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടോ കാര്യങ്ങൾ? ഇപ്പോഴും ട്രഷറിയിൽ ഇത്ര തുക വരെയുള്ള ചെക്കുകളെ പാസ്സാക്കാവൂ എന്ന് നിയന്ത്രണമുണ്ട്. അപ്പോൾ ആ നിയന്ത്രണം എടുത്തു കളയുമ്പോഴാണ് ട്രഷറി ഫ്രീ ആകുന്നത്. ആ അർത്ഥത്തിലായിരിക്കാം അദ്ദേഹം സംസാരിച്ചത്. ഇപ്പോൾ നേരത്തെ അനിതാകുമാരി പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, അതായത് ഡിഗ്രി തലം വരെയുള്ള പഠനം ഫ്രീ ആക്കി. അത് തീർച്ചയായിട്ടും ഞാനതിന് എതിരാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അടുത്ത സമയത്ത് ഒരു പഠനം അതായത് നമ്മുടെ നിതി ആയോഗ് നടത്തിയ ഒരു പഠനം, ആ പഠനത്തിൽ കണ്ടെത്തിയത്, ആ പഠനത്തിൻ്റെ ഫലമായിട്ട് എന്ത് പഠനമായിരുന്നു? സംസ്ഥാനങ്ങളുടെ കയറ്റുമതി സജ്ജ പഠനം എന്നാണ് അതിന് പറയുന്നത്. ആ കയറ്റുമതി സജ്ജ പഠനത്തിൽ 100-ൽ 53.76 മാർക്കാണ് കേരളത്തിന് കിട്ടിയത്. എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ മാർക്ക് കുറഞ്ഞു പോയത്? അതിൻ്റെ കാരണങ്ങൾ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഭൂമി ദൗർലഭ്യം, ഉയർന്ന ഉൽപ്പാദന ചെലവ്, വ്യവസായങ്ങളുടെ ദൗർലഭ്യം, അഭാവം, അതുപോലെ വിദേശത്തേക്കുള്ള കുടിയേറ്റം, അതാണ് നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ടത്. പിന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് കൊടുക്കുന്ന അതായത് പരിമിതമായ പ്രാധാന്യം, അതായത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് കൊടുക്കുന്ന പരിമിതമായ പ്രാധാന്യം, അതുകൊണ്ടും ആണ് മൈഗ്രേഷൻ ഉണ്ടാകുന്നത് വളരെ കൂടുതലായിട്ട് എന്നാണ് ആ പഠനം കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഈ നമ്മുടെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളാണെങ്കിലും എൻജിനീയറിംഗ് കോളേജുകളാണെങ്കിലും മെഡിക്കൽ കോളേജുകളാണെങ്കിലും എല്ലായിടത്തും അതെ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കുറവാണ്. പ്രത്യേകിച്ച് ടെക്നോളജി മേഖലയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കുറവാണ്. അപ്പോൾ ആഗോള തലത്തിൽ ഈ ടെക്നോളജി വിദ്യാഭ്യാസ പദ്ധതികളൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഇതൊന്നും സംഭവിക്കാത്തത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് പാസ്സാകുന്ന എൻജിനീയർമാർ പോലും എംപ്ലോയബിലിറ്റി ഇല്ല എന്ന് പറയുന്നു. കഴിഞ്ഞ ബജറ്റുകളിലൊക്കെ ഞാൻ ഓർമ്മിക്കുകയാണ്, വ്യവസായ മന്ത്രി രാജീവ് ഒരു എന്താ പറയുക സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റം ക്യാമ്പസുകളിൽ വികസിപ്പിക്കണമെന്ന് പറഞ്ഞത്. ഏത് ക്യാമ്പസ് ഉണ്ട്? ഒരു പക്ഷേ ചങ്ങനാശ്ശേരി അസംഷൻ കോളേജ് മാത്രമായിരിക്കും ഈ സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റം വളർത്തിയിട്ടുള്ള ഒരു ഡിഗ്രി തല കോളേജ്. അങ്ങനെ സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റം വളർത്തിയെടുക്കുകയാണെങ്കിൽ ക്യാമ്പസിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരുപാട് കുട്ടികൾ സ്വയം തൊഴിൽ കണ്ടെത്തി ടാറ്റയോ ബിർളയോ ഒക്കെ ആയിട്ട് മാറും. അത് മാത്രവുമല്ല, ഇതിന് സഹായകമായ ഒരു അന്തരീക്ഷമാണ് നേരത്തെ ശൈലജ ടീച്ചർ പറഞ്ഞതുപോലെ ഇവിടെ കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസ് സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നാന്തരം കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസ് എത്ര വേണമെങ്കിലും ഞാനൊരു വലിയ സർവേ നടത്തിയതാണ് അതേ പറ്റിയിട്ട്. അതുകൊണ്ട് ആ കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസിനെ കോപ്പി ചെയ്താൽ മതി, അവർ വന്ന് ക്യാമ്പസിൽ വന്ന് പഠിപ്പിച്ച് ഡെമോൺസ്ട്രേറ്റ് ചെയ്താൽ മതി. ഒന്നാന്തരം മൈക്രോ എൻ്റർപ്രൈസസിൻ്റെ ഒരു സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റം ക്യാമ്പസുകളിൽ തുടങ്ങാൻ പറ്റും. അങ്ങനെ തന്നെ നമ്മുടെ എൻജിനീയറിംഗ് കോളേജുകളുടെ എംപ്ലോയബിലിറ്റി വർദ്ധിപ്പിക്കാൻ പറ്റും. ഇനി അതൊക്കെ പോകട്ടെ, ഏറ്റവും വലിയ തരത്തിലുള്ള AI ടെക്നോളജിയിലേക്കോ മറ്റേതിലേക്കുള്ള മാറ്റത്തിനും ക്യാമ്പസിൽ നിന്ന് തുടങ്ങണമല്ലോ. ക്യാമ്പസുകൾ ഒന്നും തന്നെ സജ്ജമാകുന്നില്ല, അതിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാമ്പസുകളിൽ ഉണ്ടാകുന്നില്ല. അപ്പോൾ നമ്മൾ എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്? ഫീസ് കുറയ്ക്കുകയല്ല, ഫീസ് എടുത്തു കളയുകയല്ല, ഫീസ് അനിത തന്നെ പറഞ്ഞതുപോലെ കൂട്ടുകയാണ് ചെയ്യേണ്ടത്. എന്തുകൊണ്ട് ഫീസ് കൂട്ടണം? കാരണം ഇവിടെ SC ST കുട്ടികൾക്ക് ഫീസില്ല, ലോ ഇൻകം കാറ്റഗറിയിലുള്ളവർക്ക് ഇങ്ങനെ ഒരു നിലപാട് ഇപ്പോൾ സ്വീകരിക്കുമെങ്കിലും അങ്ങനെ ഒരു ഫീസൊക്കെ കൂട്ടുന്ന ഒരു നിലയുണ്ടായാൽ ഈ നിലയിൽ ഒരു സമീപനമായിരിക്കുമോ പൊതുവിൽ സമൂഹം സ്വീകരിക്കുക? അത് പൊതുസമൂഹം സ്വീകരിക്കുന്നത് മാത്രം നോക്കി
ഒരു 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 ഗവൺമെന്റിന് മുൻപോട്ട് പോകാൻ പറ്റില്ല. പൊതുസമൂഹത്തിൽ പലർക്കും അറിഞ്ഞുകൂടാ പൊതുസമൂഹത്തിനും എന്താണ് അത്യാവശ്യം, എന്താണ് വളർച്ചയ്ക്ക് ആവശ്യമെന്ന്. അപ്പോൾ അത് അറിയില്ലാത്തവരെ അത് പറഞ്ഞ് പഠിപ്പിക്കേണ്ടത്, കാണിച്ചു കൊടുക്കേണ്ടത്, അത് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഗവൺമെൻറ്റാണ്. അപ്പോൾ ഗവൺമെൻറ് ഫീസ് കൂട്ടുമ്പോൾ ഈ ഫീസ് കൂട്ടൽ വഴിയായിട്ട് വരുന്ന വരുമാനം ഇന്ന മേഖലകളിൽ ഞങ്ങൾ ചെലവഴിക്കും. അങ്ങനെ ഈ മേഖലയിലുള്ള ടെക്നോളജി ഒരു വികസനം ഉണ്ടാകും. ഇവിടെ ഒരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം വളർന്നു വരും. ഈ തരത്തിൽ അവരെ പറഞ്ഞ് സജ്ജരാക്കണം. അതല്ലാതെ സമൂഹത്തിലുള്ളവർ അന്ധമായി വിശ്വസിക്കുന്ന കാര്യങ്ങളുടെ പുറകെ പോയി എപ്പോഴും നമ്മൾ ഇളവ് കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെയല്ല. സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യർക്ക് ഇളവുകളേക്കാൾ കൂടുതൽ മഹിമ, എവിടെയാണ് വളർച്ചയുണ്ടാകുന്നത്, എങ്ങനെയാണ് ആഗോളതലത്തിൽ നമുക്ക് കോമ്പറ്റീറ്റീവ് ആകാൻ പറ്റുക, ആ തരത്തിലാണ് അവർ ചിന്തിക്കുക.